ഇതൊക്കെ കരളിന് ദോഷമായിരുന്നു. ഒളിഞ്ഞിരുന്ന് കരളിനെ നശിപ്പിക്കുന്ന വില്ലന്മാർ. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് കരൾ. രക്തം ഫിൽട്ടർ ചെയ്യുക, പിത്തരസം ഉൽപ്പാദിപ്പിക്കുക, പോഷകങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങി നിരവധി ഉത്തരവാദിത്തങ്ങളാണ് ശരീരം കരളിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളെ നീക്കം ചെയ്യുക എന്നതാണ് കരളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ചില ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ കരളിന്റെ ആരോഗ്യത്തെ തകരാറിലാക്കും. ഇത് ഫാറ്റി ലിവർ, ലിവർ സിറോസിസ്, ഫാറ്റി ലിവർ ഡിസീസ്, അക്യൂട്ട് ലിവർ ഫെയിലിംഗ് തുടങ്ങിയ രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. കരളിനെ തകരാറിലാക്കുന്ന ഈ ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. പഴങ്ങളിലും തേനിലുമെല്ലാം കാണപ്പെടുന്ന ഒരുതരം പഞ്ചസാരയാണ് ഫ്രാക്ടോസ്. പഴങ്ങളിൽ നിന്ന് നേരിട്ട് ഫ്രാക്ടോസ് ശരീരത്തിനകത്ത് ചെല്ലുന്നത് ദോഷകരമല്ല. എന്നാൽ സംസ്കരിച്ച ഭക്ഷണങ്ങളിൽ നിന്നും കൃത്രിമ മധുരപാനീയങ്ങളിൽ നിന്നും ശരീരത്തിലെത്തുന്ന അമിത ഫ്രാക്ടോസ് കരളിന്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കുന്നു. എത്രത്തോളം ഫ്രാക്ടോസ് ശരീരത്തിനകത്തെത്തുന്നുവോ കരൾ അതിനെ ഫിൽട്ടർ ചെയ്യാൻ അത്രയും കൂടുതൽ പണിയെടുക്കേണ്ടി വരും. ഗ്ലൂക്കോസിനെ അപേക്ഷിച്ച് ഫ്രാക്ടോസിന്റെ സംസ്കരണം കൂടുതലായും നടക്കുന്നത് കരളിലാണ്. അതുകൊണ്ടാണ് ഫ്രാക്ടോസിന്റെ അമിത ഉപയോഗം കരളിനെ ബാധിക്കുന്നത്. അതുപോലെ തന്നെ സൂര്യകാന്തി, കുങ്കുമം, കോട്ടൺ സീഡ്, ചോളം തുടങ്ങിയവയിൽ നിന്നും എടുക്കുന്ന എണ്ണകൾ കരളിനെ പ്രതികൂലമായി ബാധിക്കുന്നു. സംസ്കരിച്ച് സൂക്ഷിച്ചിരിക്കുന്നതും വറുക്കുന്നതുമായ പല ഭക്ഷണങ്ങളിലും ഇത്തരം എണ്ണകൾ സാധാരണമാണ്. മുകളിൽ പറഞ്ഞ സാധനങ്ങളെല്ലാം ആരോഗ്യകരമായവ എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ അതിൻ്റെ എണ്ണയും ശരീരത്തിന് ഗുണം ചെയ്യുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത്തരം എണ്ണകൾ ശരീരത്തിന് ദോഷകരമാണ്. ഇത് ചൂടാക്കുമ്പോൾ എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ ഓക്സീകരിക്കപ്പെടുന്നു. ഈ രാസപ്രവർത്തനം ട്രാൻസ്ഫാറ്റുകൾ, ലിപിഡ് പെറോക്സൈഡ് തുടങ്ങിയ വിഷവസ്തുക്കളാണ് പുറന്തള്ളുന്നത്. ട്രാൻസ്ഫാറ്റ് ഹൃദ്രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. പഴങ്ങൾ ആരോഗ്യകരമായതിനാൽ കടകളിൽ ലഭിക്കുന്ന ജ്യൂസുകളും ആരോഗ്യത്തിന് ഗുണം ചെയ്യുമെന്നാണ് പൊതുധാരണ. എന്നാൽ കുപ്പികളിലാക്കി വിൽക്കുന്ന ജ്യൂസുകളിൽ നാരുകുറവും പഞ്ചസാര കൂടുതലുമാണെന്ന് പഠനങ്ങൾ പറയുന്നു. പഴങ്ങൾ ജ്യൂസാക്കി മാറ്റുമ്പോൾ പ്രകൃതിദത്തമായി അടങ്ങിയിരിക്കുന്ന നാരുകൾ നീക്കം ചെയ്യുകയും കൂടുതൽ പഞ്ചസാര ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത് ഫ്രാക്ടോസിന്റെ അളവ് വർദ്ധിക്കാൻ കാരണമാവുകയും കരളിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. വലിയ അളവിൽ ജ്യൂസ് കുടിക്കുന്നത് സംസ്കരിച്ച ഭക്ഷണം കഴിക്കുന്നതിന് തുല്യമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന മുഴുവൻ പഞ്ചസാരയും വിഘടിപ്പിക്കേണ്ടത് കരളിന്റെ ചുമതലയാണ്. ഇത് ഗുരുതരമായ കരൾ രോഗത്തിന് കാരണമാവുകയും ചെയ്യും.